ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒക്കെ ഈദ് മുബാറക്. ഇപ്പോൾ രാവിലെയൊക്കെ എണീച്ച് നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ എമ്മീൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യണ്ട, അതിനും ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പിന്നെ എന്തെങ്കിലും കുളിക്കാൻ പോവാണ്. ഇനി എമ്മീനെ വിളിച്ചു കൊണ്ടാൻ പോകണം. ഇന്നിപ്പോൾ സുന്നത്ത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാളാണ്. അപ്പോൾ ഇതുവരെ പള്ളിയിലൊന്നും പെരുന്നാളിന് പോയിട്ടില്ല. ഇപ്രാവശ്യം പെരുന്നാളിന് പള്ളിയിൽ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരത്തെ വിളിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പള്ളിയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ എഴുതിയാറ്. അപ്പം ഞാൻ റൂമിൽ ലൈറ്റ് ഇടാൻ പോവാണ്. പോലെ വിളിച്ചു കൊടുക്കുന്നത് കാണാം. പാപ്പാപ്പൻ്റെ പള്ളിയിൽ പോകണ്ടേ? നീ പോന്നില്ലേ? പോന്നുണ്ടോ? പേടിച്ചു പോവോ? എന്തിന്? ഒന്നും പൊട്ടിക്കൂല. അപ്പ എമ്മി ഇന്നലെ രാത്രി പറഞ്ഞില്ലേ പോണം പള്ളിയിലെന്ന്. അങ്ങനെ എമ്മീനതെ പല്ലൊക്കെ തേച്ച് കുളിച്ചതാ. എമ്മിക്ക് ചായ കൊടുക്കാൻ വേണ്ടി അടുക്കളയോട്ട് പോവാണ്. അമ്മ അടുക്കളയിൽ പത്തിരി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എമ്മിക്ക് ചായയൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് പായസം വെച്ചിട്ടുണ്ട്. പായസത്തിൻ്റെ സാധനമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ വെച്ചത് എമ്മിയും ഉപ്പയും കൂടി പള്ളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ എമ്മീനെ പറഞ്ഞയച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ചായ കുടിക്കാൻ പോകും. അങ്ങനെ ചായക്ക് ഇന്ന് പത്തിരിയും ഇന്നലത്തെ ബീഫ് കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ചായയൊക്കെ കുടിച്ച് പിന്നെ റൂമൊക്കെ വൃത്തിയാക്കേണ്ട വീഡിയോ ഒക്കെ മാറ്റിയിടാനുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ മാറ്റിയിട്ട് പിന്നെ അമ്മ നിസ്കരിക്കാൻ പോയി. പിന്നെ ഞാനും എടുത്ത് നിസ്കരിക്കാൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ബിരിയാണീൻ്റെ പണിയൊക്കെ തുടങ്ങിയതേ. അരിയൊക്കെ കഴുകിയിട്ട് പിന്നെ അമ്മയുടെ മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല അടുപ്പത്ത് വെച്ച് ചിക്കൻ ഒരു സ്ഥലത്ത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ സ്ഥലത്ത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ താഴെ വീട്ടിലെ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലെ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് രാവിലെ ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഉമ്മ ബിരിയാണി ദമ്മിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നും കാക്ക എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഗൈസ്. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വീട്ടിൽ പോയി. ഇപ്പോൾ മേമൻ്റെ വീട്ടിലെത്തി. അങ്ങനെ മേമൻ്റെ വീട്ടിലെത്തി പായസമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ എമ്മിയും പിന്നെ എൻ്റെ മാമൻ്റെ കുട്ടികളാണ്, രണ്ടാളുണ്ട്. ഒരാളതാണ്, ഒരാളെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് ബ്രദറാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ താഴെ പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഇത് രണ്ടുപേർത്തും എമീൻ്റെയും എല്ലാവരും എടുത്ത്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തത്. ഇതാണ് ഫോട്ടോ എടുക്കാൻ വന്ന സ്ഥലം ഗൈസ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ടൈമൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കുറച്ച് കിടന്നുറങ്ങി. ഒരു 5 മണി ശേഷം പിന്നെ എണീച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ വാടക കൂടുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു ഫാമിലിയാണ്. അപ്പോൾ എല്ലാ പെരുന്നാളിനും ഒരു വീട്ടിൽ വരാനുണ്ടായിന്. ഇപ്രാവശ്യം അവൾക്ക് എന്തോ കാലിന് വയ്യാത്തതുകൊണ്ട് വന്നില്ല. അപ്പം ഞാനെത്തേ അവൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. അവൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഫുഡ് വേണ്ടാന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞ അവൾക്ക് ഫുഡ് കുറിച്ച് കൊടുക്കാൻ. ഫുഡ് കൊടുക്കാൻ പോയി. ഫുഡൊക്കെ കൊടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് എൻ്റെ അമ്മായിൻ്റെ മോളാണ് ഗൈസ്. അങ്ങനെ അമ്മായിയൊക്കെ വീട്ടിലന്ന് ഞങ്ങൾ മൂത്താപ്പൻ്റെ വീട്ടിൽ പോയത്. മൂത്താപ്പൻ്റെ വീട്ടിലുള്ള പൂച്ചയാണ്.
എല്ലായിടത്തും പോയത് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നിസ്കരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗായ്സ്.